മറ്റേ കുട്ടി എവിടെ? ദേവിക. ദേവികയെ വിളിക്കൂ. എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാനുണ്ട്. ദേവികയെ വിളിക്കാനോ? ദേവിക ക്ഷേത്രത്തിൽ പോയിരിക്കല്ലേ? തിരുമേനിയല്ലേ? ഞാൻ പറയാം. നീ തിരുമേനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. വേണ്ട, എനിക്കൊന്നും എടുക്കണ്ട. ആശ്രമത്തിൽ നിന്നല്ലാതെ ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല എന്ന് പ്രഭാവതിക്ക് അറിയാമല്ലോ. കുട്ടി തൽക്കാലം ഒന്ന് മാറി നിൽക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. എന്നുവെച്ചാ എന്നോടൊറ്റയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന് പ്രഭാവതിക്ക് ആഗ്രഹമുണ്ടെന്ന്. കുടുംബത്തിലെ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ കാണുമല്ലോ. കുട്ടി തൽക്കാലം ഒന്ന് മാറി നിന്നോളൂ. ദേവിക ഏത് അമ്പലത്തിലാ പോയിരിക്കുന്നത്? അത് തിരുമേനി. വരട്ടെ, ഞാൻ കാത്തിരിക്കാം. എന്താ പ്രഭാവതിക്കൊരു പരിഭ്രമം? ദേവിക ദൂരെ ഒരു ക്ഷേത്രത്തിൽ പോയിരിക്കുക തിരുമേനി. മുരളി എത്തിയോടാ? ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ കുറച്ചു നേരത്തെ അവന്റെ കോള് വന്നു. റേഞ്ച് ഇല്ലാത്ത കാരണം വ്യക്തമായില്ല. ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ദേവി എപ്പോഴാണോ മടങ്ങിയെത്താ? അമ്പലത്തിലെത്തിയോ? ഭജന കഴിഞ്ഞോ? ഒന്നും അറിയാൻ വയ്യ. അവളെ അങ്ങോട്ട് അയക്കാൻ പാടില്ലായിരുന്നു. ഏത് വലിയ സ്വാമിയാണ് പറഞ്ഞതെങ്കിലും സമ്മതിക്കരുതായിരുന്നു. ആരുടെ ഈ കാർ ചേച്ചി? അച്ഛനെ കാണാറിലും വന്നോ? ബ്രഹ്മദത്തൻ തിരുമേനി വന്നിട്ടുണ്ട്. ബ്രഹ്മദത്തൻ തിരുമേനിയോ? ദേവിയെ കാട്ടിലേക്ക് പറഞ്ഞയച്ചാള് വീണ്ടും എന്തിനാ വന്നത്? ദേവി തിരിച്ചെത്തി കഴിഞ്ഞാ ഇനി വേറെ അങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണോ?